പ്രിയ ബഹുമാനമുള്ള വികാരിയച്ച, സിസ്റ്റർ, മാതാപിതാക്കളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് വചനപ്പ് തിരുനാളിന് ഒരുങ്ങുകയാണ്. ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുവിനെ ലോകത്തിന് നൽകാൻ പിതാവായ ദൈവം ഒരമ്മയെ കണ്ടെത്തുകയാണ് ഈ വേദഭാഗത്ത്. യേശയ്യാ ദീർഘദർശി പഴയ നിയമത്തിൽ മുൻകൂട്ടി പ്രവചിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. യേശയ്യാ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, യുവതി ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഈ വചനം നിവർത്തിക്കുന്നത് മറിയത്തിലൂടെയാണ്. യേശുവിന് അമ്മയാകാൻ ഭാഗ്യം ചെയ്ത യുവതിയാണ് മറിയം. യോവാക്കീമിന്റെയും മന്നയുടെയും മകളായ പരിശുദ്ധ മറിയം. മറിയം വളർന്നത് ദേവാലയത്തിലാണ്. ദേവാലയത്തിലെ കാര്യങ്ങൾ വളരെ താല്പര്യത്തോടും വളരെ ഉത്തരവാദിത്വത്തോടും ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ് മാലാഖ വരുന്നത്. കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് പറഞ്ഞാണ് മാലാഖ വരുന്നത്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എപ്പോഴും സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിന്റെ അളവറ്റ സ്നേഹവും പദ്ധതിയും കൊണ്ടാണ് അവളെ തിരഞ്ഞെടുത്തത്. ഈ വലിയ ദൗത്യം മറിയം ആദ്യം കേട്ടപ്പോൾ പരിഭ്രമിക്കുന്നുണ്ട്. തനിക്ക് വിവാഹമായിട്ടില്ല, എന്നാൽ താനൊരു പുത്രനെ പ്രസവിക്കുമെന്ന് കേട്ടപ്പോൾ മറിയം മാലാഖിനോട് ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നും ചോദിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ അത് സംഭവിക്കുമെന്ന് ദൂതൻ മറുപടിയായി നൽകുന്നു. മറ്റൊരു സന്ദേശം കൂടെ മാലാഖ മറിയത്തിന് നൽകുന്നു. മക്കളില്ലായിരുന്ന എലിസബത്തിനും സക്കറിയായ്ക്കും ഒരു പുത്രൻ ജനിക്കുമെന്ന്. വന്ധ്യയാണെന്ന് പറഞ്ഞ അവൾക്ക് ഇത് 6-ാം മാസമാണ്. കാത്തിരിപ്പിന് മറുപടി നൽകുന്ന ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുകയും ദൈവിക കാര്യങ്ങൾ ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും ചെയ്യുന്നവരാണ് എലിസബത്തും സക്കറിയായും. അവർക്ക് കുഞ്ഞ് ജനിക്കുമെന്ന് കേട്ടപ്പോൾ ഉടൻ തന്നെ സന്തോഷത്തിൽ തനിക്ക് കിട്ടിയ സദ്വാർത്തയും മറിയം സ്വീകരിക്കുന്നു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞാണ് മറിയം സ്വീകരിച്ചത്. യേശുവിന് അമ്മയാകാൻ തയ്യാറാകുന്ന മറിയം. പ്രിയമുള്ളവരെ, നമ്മയും ദൈവം സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ കുറവുകളോടും പോരായ്മകളോടും കൂടെയാണ് സൃഷ്ടിക്കുന്നത്. ആ കുറവുകളും പോരായ്മകളും പരിഭ്രമം കൂടാതെ സ്വീകരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം.